നമസ്കാരം. ഫണ്ട് 360യുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വിഷയം AMC കമ്പനികളെ കുറിച്ചാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ന് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളായിട്ടുള്ള HDFC, നിപ്പൺ, കാനറ റെപ്കോ ഇവയെല്ലാം ഏകദേശം 4 മുതൽ 5% വരെയുള്ള നഷ്ടത്തിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടാണിത്? കൂടാതെ ഈ പറഞ്ഞതുപോലെ ഇനിയും തുടർച്ചയായിട്ട് ഇത്തരത്തിലുള്ള തകർച്ചകൾ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ളതാണ് കുറെ പേരുടെ ഒരു സംശയം. ആദ്യമായിട്ട് നമുക്ക് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾ താഴോട്ട് പോയത്, അവയുടെ വില എന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ സെബിയുടെ ഒരു കൺസൾട്ടേഷൻ പേപ്പർ അത് ഇറങ്ങാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം വന്നുകൊണ്ടാണ്. കൺസൾട്ടേഷൻ പേപ്പർ എന്ന് പറയുന്നത് അതൊരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം അത് എല്ലാവരുടെയും ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് കൺസൾട്ടേഷൻ പേപ്പേഴ്സ്. അപ്പോൾ ഈ ഒരു കേസിൻ്റെ അകത്താണെങ്കിൽ ഈ പറഞ്ഞ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളെ ബാധിക്കുന്ന ഈ ഒരു കാര്യത്തെക്കുറിച്ച് നവംബർ 17 വരെ അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്കുകൾ സമർപ്പിക്കാൻ കഴിയും. അതിനുശേഷം ഈ പറഞ്ഞ ഫീഡ്ബാക്കുകളെല്ലാം കണക്കിലെടുത്തിട്ടാണ് അത് ഓൾറെഡി ഉള്ള ഏതെങ്കിലും റെഗുലേഷൻ മാറ്റണമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൺസൾട്ടേഷൻ പേപ്പറാണ്. ആ കൺസൾട്ടേഷൻ പേപ്പർ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക്, അതായത് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞ കമ്പനികൾക്ക് എക്സ്പെൻസ് റേഷ്യോ കൂടാതെ ഒരു 0.05%, അതായത് 5 ബേസിസ് പോയിന്റ് അഡീഷണൽ ആയിട്ട് ഒരു തുക കൂടി ചുമത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം 2012-18 കാലഘട്ടങ്ങളിൽ നൽകിയിട്ടുണ്ടായിരുന്നു. അത് തുടർന്ന് വരുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ എക്സിറ്റ് ലോഡൊക്കെ എടുത്തു കളഞ്ഞ കാലത്ത് അതൊരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അത് വീണ്ടും തുറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇന്നത്തെ രീതിയിൽ നമുക്ക് അറിയുന്നത് പോലെ തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ, മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ ഒരു പ്രചാരത്തിലൂടെ മോശമില്ലാത്ത ഒരു അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇന്നത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് എടുക്കാറ്. 0.5%, 0.75%, 1% എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് 100 രൂപ നമ്മൾ നിക്ഷേപിക്കുന്നതാണെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് 50 പൈസയോ 1 രൂപയോ ഒക്കെ എക്സ്പെൻസ് റേഷ്യോ എന്ന പേരിൽ എടുത്തിട്ട് പോകും. അതാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ വരുമാനം എന്ന് പറയുന്നത്. അവയിൽ നിന്നും എക്സ്പെൻസ് ഒക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ സെബി ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള 0.05% എന്ന് പറയുന്നത് ഈ എക്സ്പെൻസ് റേഷ്യോ കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചുമത്താം എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഇപ്പറഞ്ഞ പോലെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, കൂടുതൽ അസറ്റുകൾ ഇപ്പോൾ മാനേജ് ചെയ്യുന്നു, കൂടുതൽ ഒരു പ്രചാരമൊക്കെ മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ ലഭിച്ചതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അഡീഷണൽ ആയിട്ടുള്ള 0.05% എന്ന് പറയുന്ന ഒരു ഇതുകൂടി ചുമത്തേണ്ട ആവശ്യമില്ല. ഇതുവഴി ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകട്ടെ, ലളിതമായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി ചെലവ് കുറഞ്ഞ രീതിയിൽ നിക്ഷേപങ്ങൾ സാധ്യമാകട്ടെ എന്ന് കരുതി ഇത് എടുത്തു കളയാൻ വേണ്ടിയിട്ട് സെബി ആലോചിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു കൺസൾട്ടേഷൻ പേപ്പർ റിലീസ് ചെയ്തു. അപ്പോൾ ഈ ഒരു 0.05%ന്റെ ഒരു റവന്യൂ ലോസ് കമ്പനികൾക്കുണ്ടാകും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും ഇന്ന് മോശമില്ലാതെ നെഗറ്റീവിലേക്ക് പോയത്, മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ കൂടി. ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് പരിശോധിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, അപ്പോൾ പലരും ചോദിച്ച ഒരു ചോദ്യം, ഈ പറഞ്ഞ പോലെ ഇത് വളരെ നെഗറ്റീവാണ്, കൂടാതെ എന്തുമാത്രം ഇത് കമ്പനികളുടെ ബുക്സിനെ ബാധിക്കും എന്നുള്ളത്. കൃത്യമായിട്ട് അത് പറയാൻ സാധ്യമല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ രീതിയിൽ എന്തുമാത്രം കമ്പനികൾ ഈ 0.05% എന്ന് പറഞ്ഞിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള എക്സ്പെൻസ് റേഷ്യോയുടെ മുകളിൽ കൂടുതലായിട്ടുള്ള ഇത് വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒരു അറിവ് ഇല്ല. ചില കമ്പനികൾ 0.01% വാങ്ങിക്കുന്നുണ്ട്, ചില കമ്പനികൾ എടുക്കുന്നില്ല, ചില കമ്പനികൾ 0.05% തന്നെ എടുക്കുന്നുണ്ട്. നമുക്ക് ആകെ ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 0.05% എന്ന് പറയുന്ന ഇത് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി പൂർണ്ണമായിട്ടും നിക്ഷേപകരുടെ അടുത്തു നിന്നും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അത് അവരുടെ ബുക്സിൽ ഇല്ലാണ്ടായി പോകുമ്പോൾ, അഥവാ റവന്യൂ ലോസ് ആയിട്ട് വരുമ്പോൾ അത് അവരുടെ ഏർണിങ്സിനെ എങ്ങനെ ബാധിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് എക്സ്പെൻസ് റേഷ്യോ ആണ്. ഇതൊരു 1% എന്ന് പറഞ്ഞ് നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ 0.05% അസറ്റിന്റെ 0.05% ആണ്. ഈ 1%ത്തിന്റെ 0.05% അല്ല എന്ന് വരുമ്പോൾ 5% ഒരു റവന്യൂ ലോസ് എന്ന രീതിയിൽ വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. അപ്പോൾ മാക്സിമം AMC കമ്പനികൾക്ക് ഉണ്ടാകാവുന്ന ഏർണിങ്സ് ഉള്ള ഒരു നഷ്ടം ഈ ഒരു 5 മുതൽ ഒരു മാക്സിമം 7% വരെ എന്ന രീതിയിലാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ കൺസൾട്ടൻസി പേപ്പർ റെഗുലേഷൻ ആയിട്ട്, നിയമമായിട്ട് വരികയാണെങ്കിൽ പോലും ബാധിക്കുകയില്ല.
ഏകദേശം തത്തുല്യമായിട്ടുള്ള രീതിയിലൊക്കെയാണ് ഇന്നത്തെ AMCയുടെ എല്ലാത്തിന്റെയും ഷെയർ വാല്യൂ ഒക്കെ ഇടിഞ്ഞത് എന്ന് വേണം നമുക്ക് കണക്കൂട്ടാൻ വേണ്ടിയിട്ട്. നവംബർ 17 കൂടിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ നൽകാനുള്ള ഡെഡ് ലൈൻ അവസാനിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത് എന്ന് റെഗുലേഷൻ ആയിട്ട് വരുമെന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും നമുക്കറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് എപ്പോഴും ഇന്നത്തെ രീതിയിൽ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. എന്തെങ്കിലും പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള വാർത്തകൾ കേട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചാഞ്ചാട്ടം വളരെ അധികമാണ്. അപ്പോൾ ഓൾറെഡി AMC കമ്പനികൾ കയ്യിലുള്ളവർ ആരെങ്കിലും ആകട്ടെ, അത് HDFC ആകട്ടെ, നിപ്പൺ ആകട്ടെ, UTI ആകട്ടെ, ശ്രീറാം ആകട്ടെ, ഇവയുടെ എല്ലാം മാക്സിമം വരാൻ പോകുന്ന ഒരു നഷ്ടം അവരുടെ ഏർണിങ്സിൻ്റെ അകത്തുള്ളത് ഒരു 5 മുതൽ 6% വരെ മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള ഒരു വിലത്തകർച്ച അത് ഈ ഒരു കൺസൾട്ടൻസി പേപ്പറിന്റെ ഭാഗമായിട്ടുള്ളതല്ല. പിന്നെ ആകെ ഒരു കാര്യം സംഭവിക്കാവുന്നത് എപ്പോഴെങ്കിലും ഒരു വിലത്തകർച്ച നേരിട്ട് കഴിഞ്ഞാൽ സെന്റിമെന്റ് നെഗറ്റീവായി പോകുമോ എന്നുള്ളത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ച് ഈ പറഞ്ഞ ഇതിന്റെ അപ്പുറത്തേക്കുള്ള വിലത്തകർച്ച ഉണ്ടായി കഴിഞ്ഞാൽ മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഇത്തരത്തിലുള്ള കമ്പനികൾ വേണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമായി കരുതുന്നതിൽ വലിയ തെറ്റില്ല. ഇക്കാര്യങ്ങളെ കുറിച്ച് ഏകദേശം ചെറിയൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിധത്തിൽ നമുക്ക് വേണ്ടി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.